everyone. Good evening, good afternoon, good morning. Welcome to my page. And ഞാൻ ഇന്ന് മലയാളത്തിലാണ് ചെയ്യുന്നത് ആഫ്റ്റർ ലോങ് ടൈം. സോ എന്റെ മലയാളി ഫ്രണ്ട്സ് എല്ലാവരും കാണുന്നുണ്ടായിരിക്കും, എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യായിരിക്കും, എന്റെ മലയാളം കേട്ടിട്ട് ചിരിക്കത്തില്ലായിരിക്കും. സോ ഇന്ന് എന്റെ കൂടെ സ്പെഷ്യൽ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ മിനി ആസ് എ ഫാഷൻ ഡിസൈനർ ഞാൻ വർക്ക് ചെയ്യുന്നു. 17 years കരിയർ ബ്രേക്ക് കൊടുത്തു. ഇപ്പൊ ഞാൻ കാനഡയിലാണ്. ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ. ഓക്കെ, നൗ മൂവിങ് ടു അനൂപ് ഇന്ന് എന്റെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വെൽക്കം അനൂപ്. ഞാൻ അനൂപിന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ അല്ല തരാൻ പോകുന്നത്. ഐ വിഷ് അനൂപ് തന്നെ എല്ലാ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അനൂപ് എന്താ ചെയ്യുന്നത്, പിന്നെ എങ്ങനെ, എന്താണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എവിടെയാണ്? അനൂപ്, പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. Sure. Thank you, Mini, for inviting me to your platform. Mini പറഞ്ഞു like keep it in Malayalam. So again, I have to tell you, like ഞാനും മലയാളത്തിൽ സംസാരിക്കും. It's kind of hard for me to keep up with Malayalam. പക്ഷെങ്കിൽ I'll try my best. All right. So hi everyone. എൻ്റെ പേര് അനൂപ്. ഞാൻ ന്യൂയോർക്കിലാണ് താമസിക്കുന്നത്. I am an engineer and by profession and a proud digital business owner. എനിക്ക് ഇവിടെ ന്യൂയോർക്കിൽ ഫാമിലി ഉണ്ട്, വൈഫും 2 പിള്ളേരുമായിട്ട് ഇവിടെ താമസിക്കുന്നു. ആൻഡ് ഐ കം ഫ്രം ആൻ ഇമിഗ്രന്റ് ബാക്ക്ഗ്രൗണ്ട്. നമുക്കെല്ലാവർക്കും വളരെയധികം നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഇപ്പം ഇമിഗ്രന്റ് ബാക്ക്ഗ്രൗണ്ട്, ലൈക്ക് മെനി അതർ ഫാമിലീസ്, റൈറ്റ്? സോ ഐ മൂവ്ഡ് ഹിയർ with big dreams, not just to survive, right? Survival we have been doing for a very long time now. So not just to survive, but to truly build a life of freedom and mainly option for our kids. Most of us, I think, would be first generation people here. So നമുക്ക് നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസ് ഓൾറെഡി they have made us in a settled way. We don't have to worry. We just go. We have home. We have all those kind of things. But ഇവിടെ ആണെങ്കിൽ we have to struggle as a first generation and make a base for our kids. അപ്പം അവർക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം. So that is one of the reasons that I thought about it. And I'm someone who always believed in working hard. പക്ഷെങ്കിൽ later I also realized that working hard alone doesn't always create time freedom or financial flexibility. That's what led me to explore something beyond the traditional path. This is why I thought I should be having a different channel, not just relying on one thing, and giving happiness to my family and a stability to my family. ഓക്കെ, അമേസിംഗ്. അനു, എനിക്ക് ഒരു കാര്യം ചോദിക്കണമായിരുന്നു. കാരണം എഞ്ചിനീയറിംഗ് കേൾക്കുമ്പോഴത്തേക്ക് ആൻഡ് തന്നെ ന്യൂയോർക്കിൽ കേൾക്കുമ്പോഴത്തേക്ക്, ന്യൂയോർക്ക്, കാനഡ, ഓക്കെ, IT ഫീൽഡിലുള്ള ആൾക്കാർ പറയുമ്പോൾ നമ്മൾ വി തിങ്ക് ഓക്കെ ഇറ്റ്സ് എ സേഫ്, ഇറ്റ്സ് എ സെക്യൂർ ജോബ്, ഓക്കെ, നല്ല ശമ്പളം ഉണ്ടാവും, ഓക്കെ, ഇവർക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സോ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഓക്കെ, അനു പറഞ്ഞത് ഫോർ ദ ലൈഫ്, ഫോർ ദ ബെറ്റർ ലൈഫ് ആൻഡ് ഓൾ ഇതാക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഈ ഒരു കൺസെപ്റ്റ് ഇപ്പം ഇതുണ്ടല്ലോ, ആൾക്കാർക്ക് തോന്നുക എഞ്ചിനീയറിംഗ് ആണോ പക്ഷെ എങ്ങനെ നമുക്ക് വേറെ ബിസിനസ് ചെയ്യാം, അങ്ങനെ ഒരു ചില ആൾക്കാരുണ്ട്. വൈ ആർ ഡൂയിങ് ലൈക്ക് ഡോക്ടേഴ്സ് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ ബിസിനസ്സിൽ ഡോക്ടേഴ്സ് ഉണ്ട്, അവരും ഈ ബിസിനസ്സിൽ വന്നിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരോടും ചോദ്യം വരാറുണ്ട്, ഡോക്ടറാണ് പിന്നെ എന്തിനാ ഈ ബിസിനസ് ചെയ്യുന്നത്? സോ അനൂപിന് എങ്ങനെ ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല, ഓക്കെ ഞാൻ എഞ്ചിനീയർ ആണ്, ഞാൻ ഈ ബിസിനസ് ചെയ്യണോ, ഞാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ വല്ലോ വന്നായിരുന്നോ? See, it is about the perception. നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താഗതി അനുസരിച്ചിരിക്കും ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എൻ്റെ ബാങ്കിൽ $100,000 വേണം സേവിങ് എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എൻ്റെ ബാങ്കിൽ 1 million വേണോ എന്നുള്ളത് ചിന്തിക്കുന്നത് ഞാൻ തന്നെയാണ്, അല്ലെ? അത് എനിക്ക് എവിടെ ബൗണ്ടറി നിർത്തണം എന്നുള്ള ആഗ്രഹം എൻ്റെ ഡിസിഷനാണ്. സോ ഒരു എഞ്ചിനീയറിന് അല്ലെങ്കിൽ ഒരു നഴ്സിന് അല്ലെങ്കിൽ ഒരു ഡോക്ടറിന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിച്ചു പോകാം. ദാറ്റ്സ് വാട്ട് ഐ ടോൾഡ്. ലൈക്ക് സർവൈവൽ ഈസ് പോസിബിൾ. ഈവൻ നമ്മളിപ്പം നമ്മളൊക്കെ ഡൽഹിക്കാരല്ലേ, നമ്മൾ നാട്ടിൽ ഡൽഹി കാണുന്ന ഒരു കാര്യം എന്താണ്? റിക്ഷക്കാരൻ അല്ലെ, അവർ സർവൈവ് ചെയ്യുന്നില്ലയോ? ഉണ്ട്. അവർ 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്, അധ്വാനിക്കുന്ന, കഷ്ടപ്പെട്ട് അവർ ജീവിക്കുന്നുണ്ട്, അവർ സർവൈവ് ചെയ്യുന്നുണ്ട്. നമ്മൾ എഞ്ചിനീയേഴ്സ് രാവിലെ എഴുന്നേറ്റ് 5 മണി മുതൽ
സോറി 9 മണി മുതൽ 5 മണി വരെ ഇരുന്ന് ടേബിളിൽ ഇരുന്നാണെങ്കിലും സൈറ്റിൽ പോയാണെങ്കിലും ജോലി ചെയ്യുന്നുണ്ട്, സർവൈവ് ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സ് ആണെങ്കിലും ചിലരൊക്കെ ഞാൻ പറയുന്നിട്ടുണ്ട് 21 days സ്ട്രേറ്റ് ജോലി ചെയ്യുന്നു, 8 days ഓഫ് കിട്ടുന്നു. ഓക്കെ, പക്ഷെങ്കിൽ അവർക്ക് പൈസ ഇഷ്ടംപോലെ പ്രോബ്ലി 500,000 800,000 സാലറി പാക്കേജ് ഒക്കെയാണ് അവരുടേത്. ബട്ട് എന്താണ് ഇതും കൊണ്ടുള്ള നമ്മൾ ഈ ജീവിതത്തിൽ നമുക്ക് അതുകൊണ്ട് എന്താണ് പ്രയോജനം? നമുക്ക് ഇത്രയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും ഒന്ന്, നമുക്ക് നമ്മുടെ സമയം നഷ്ടപ്പെടുന്നു, നമ്മുടെ ഫാമിലി നഷ്ടപ്പെടുന്നു. പിന്നെ നമുക്ക് വേറൊരു കാര്യം എക്സ്ട്രാ ചിന്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുമോ എന്നുള്ളത് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം, അല്ലെ? നമുക്ക് എത്ര കിട്ടുന്നു എന്ന് പറഞ്ഞാലും നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ സ്റ്റാൻഡേർഡ് കൂടും. ഞാൻ 100,000 ഉണ്ടാക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ 110,000 വേണ്ടിയുള്ള എക്സ്പെക്ടേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ 150,000 ഉള്ള എക്സ്പെക്ടേഷൻ ആയിരിക്കും. അപ്പൊ എന്റെ ലിവിങ് സ്റ്റാൻഡേർഡ് കൂടുകയാണ്. ലിവിങ് സ്റ്റാൻഡേർഡ് കൂടുമ്പം അതിനനുസരിച്ച് എനിക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഫ്രസ്ട്രേഷൻ ആവുകയാണ്. അപ്പോൾ ആ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും നികത്തണം എന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഒന്ന് ഇച്ചിരി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഐ ക്യാൻ റീച്ച് ടു എ പോയിന്റ് എന്ന് പറഞ്ഞ് ആർത്തിയല്ല. It's not about I have to run back to money all the time and I'm just thinking about money. No, I don't want to be just surviving. I want to have a peace of mind, right? ഏതൊരു പ്രൊഫഷനിലുള്ള ആളാണെങ്കിലും they want a settled life because we are living these many years in this world. When we are living here, we should have a peaceful life, right? നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ if I am going to the office, ഞാൻ ജോലിക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ എനിക്ക് ജോലിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ചിരിച്ചോണ്ട് ഇറങ്ങി വരാൻ പറ്റണം. Because I have a backup. എത്ര പേരുണ്ട് നമ്മുടെ ഇടയിൽ? No, I don't think there are many. Okay, so these are all the reasons. Me being an engineer, my wife being a nurse, do I have enough money to survive? Yes, I can pay mortgage, I can pay insurance, I can do a regular thing. Maybe on the ചിന്തിച്ച് ഒരു ഡേറ്റ് നൈറ്റ് ഒക്കെ പോയിട്ടൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ തീർന്നു. Then there is nothing. Then you are worried about what will I do, right? So yeah, true. You need to have that kind of thinking in your mind. If you want to increase your boundary, no matter your engineer or whatever your profession is, it's totally up to your mind. You need to have a mind shift to make your boundaries go wider. Absolutely കറക്റ്റ്. അനു പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. എനിക്കല്ല, ഞാൻ ഇതിൽ ജസ്റ്റ് ഇച്ചിരി ആഡ് ചെയ്യാം. കാരണം ഞാൻ എന്റെ കരിയർ ബ്രേക്ക് കൊടുത്തു. അബുദാബിയിലായിരുന്നു. അവിടെ എനിക്ക് ജോലി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലായിരുന്നു. കാരണം ഹസ്ബൻഡ് നല്ല ജോലിയായിരുന്നു, ഒരു ശമ്പളം നല്ല പോലെ ചെയ്യാം, നമുക്ക് അവിടെ ടാക്സ് പേ ചെയ്യേണ്ട, നമുക്ക് ഈവൻ ദോ കമ്പനി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് വരില്ല. വർഷത്തിൽ 3 പ്രാവശ്യം നാട്ടിൽ പോവുക. സോ ലൈക്ക് ദാറ്റ് വാസ് ലൈക്ക് 1 time ഡൽഹി, 2 time കേരള. അങ്ങനെയായിരുന്നു എന്റെ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. സോ അമേസിംഗ് ലൈഫ് ആയിരുന്നു. ഇവിടെ വന്നിട്ടാണ് ലൈക്ക് സി ഓ മൈ ഗുഡ്നെസ്, ഈ സാലറിയിൽ നിന്ന് ഞങ്ങൾ ആകെ മോർഗേജും ഇൻഷുറൻസും ബില്ലും ഇതൊക്കെ പേ ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് എന്റെ പിള്ളേർ ടീനേജേഴ്സ് ആണ്. അപ്പൊ എന്റെ മോൻ ഈ വർഷം യൂണിവേഴ്സിറ്റിയിൽ പോകും. എന്നിട്ട് അപ്പം എനിക്ക് ഡെഫിനറ്റ്ലി യൂണിവേഴ്സിറ്റിയുടെ ഫീസ് യുഎസിലും കാനഡയിലൊക്കെ അറിയാലോ. 12th വരെ നമുക്ക് ഫ്രീ ആണെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ലൈക്ക് നല്ല ഹൈ ആണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഓക്കെ ലെറ്റ് മീ ഫൈൻഡ് ഔട്ട് സംതിങ്. ഞാൻ കുറെ സ്ഥലത്ത് അപ്ലൈ ചെയ്തു, കുറെ സ്ഥലത്ത്. പക്ഷെ ഈ കനേഡിയൻ എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം ആരും എന്നെ എന്റർടൈൻ ചെയ്യുന്നില്ല. അപ്പോഴാണ് ഈ ഓപ്പർച്യൂണിറ്റി വരുമ്പോഴത്തേക്ക് സെയിം എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ദിസ്, ലൈക്ക് എല്ലാം ഉണ്ടാവുമല്ലോ ഓൺലൈൻ സ്പേസിൽ, എല്ലാവർക്കും പേടി ഉണ്ടാവുമല്ലോ. സെയിം അങ്ങനത്തെ ഒരു പേടി ഉണ്ടായി. പക്ഷെ ഞാൻ എക്സ്പ്ലോർ ചെയ്തു, ഞാൻ മനസ്സിലാക്കി, ഞാൻ അടുത്തായി. അപ്പം എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അനൂപിനോട് ഇതാണ്. ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്, മീൻസ് വിതൗട്ട് എനി നോയിങ് എനിത്തിങ്, എക്സ്പ്ലോർ ചെയ്യാതെ തന്നെ അവരൊരു മൈൻഡ് സെറ്റിലാണ് വരുന്നത്. ഓക്കെ, നോ ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് തിങ്, ദിസ് ഇസ് നോട്ട് ദ. അങ്ങനത്തെ ആൾക്കാർക്ക് അനൂപിന്റെ മെസ്സേജ് എന്താണ്? ഈ ഫെൻസിന്റെ അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നത്, ജസ്റ്റ് വാച്ച് ചെയ്യുന്നത്, പിന്നെ ഒരു പറയല്ലോ സ്കെപ്റ്റിക്കൽ ആണ്, അപ്പം ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞോ നോ ഇത് ഓൺലൈൻ സ്പേസിലാണ് നല്ല അല്ല അതൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ അവർക്ക് ഒരു മെസ്സേജ് അനൂപിന്റെ സൈഡിൽ നിന്ന് എന്താണ്? ഓക്കെ, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ I will say why I joined this business, right? അപ്പം I joined this because I didn't want my income to depend just on one source, right? As an engineer, as a dad, as a son, as a husband, brother, all these things, I understood the importance of security, but I also understood the importance of growth. So many people are dependent on you, and I want to grow also. I cannot be in this stagnant position doing whatever I'm doing. So
what this digital business gave me is the flexibility. So people who are skeptical, thinking, how I will do this? Is this a right platform? What if I lose if I invest? Right? All these kind of questions. For that, we have a systematic operation being done in this platform. There is nothing hidden. You have a step-by-step process to understand what this actual business is. And I think most of the people who are watching us are newly watching. We have a $149 scheme, which gives you the opportunity. We are not selling anything. We are giving you the opportunity. മനസ്സിലാക്കാൻ വേണ്ടി ഇത് നിങ്ങൾക്ക് പറ്റിയ ഒരു ബിസിനസ് ആണോ, നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റിന് ഒതുങ്ങുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണോ, നിങ്ങൾക്ക് എങ്ങനെ ഗ്രോ ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് എങ്ങനെ സപ്പോർട്ട് കിട്ടും, ഇതെല്ലാം അറിയാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ $149 സ്കീം എന്ന് പറയുന്നത്. ബട്ട് ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് എൻ്റെ ഫ്ലെക്സിബിലിറ്റിക്ക് പറ്റിയല്ല, അല്ലെങ്കിൽ ഇതല്ലായിരുന്നു മോഡൽ ഞാൻ വിചാരിച്ചത് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാവുന്ന കാര്യം അത്രേ ഉള്ളൂ. Just let us know. You will get your refund back. Yeah. But you still get to know the taste of this business, right? So this digital business have given me the flexibility, the scalable model of this business. I can work from anywhere I want. I don't have to worry that, oh, if I'm going to India, will I be able to run this business still, right? And moreover, we have a very supportive community, guys. Whoever is watching, there is this community gives you so much support. It's not like any other platform. Like എപ്പോഴാണേലും എവിടെ നിന്നാണേലും നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം അല്ല ഇത്. നിങ്ങൾ പറഞ്ഞില്ലേ ഇങ്ങനെ ആകും അങ്ങനെ ആകും, നോ 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 നോ, ദാറ്റ്സ് നോട്ട് ട്രൂ. വി നെവർ സേ ദാറ്റ്. നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിന് നിങ്ങൾ സമയം കൊടുക്കണം. ഒരു വയസ്സുള്ള കൊച്ചു ഒരു ദിവസം കൊണ്ട് 20 വയസ്സാകത്തില്ല. So why I joined this business is because it was about building something sustainable and alongside my full-time responsibilities. So people who are skeptical, you have an opportunity to taste it. Don't like it, throw it away. Yeah, true. Amazing. Anu, thank you so much. വളരെ ഭംഗിയായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞു. എല്ലാവരും മനസ്സിലായി കാണും. പെൻസിൽ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇൻക്വയറി വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് ഞാനും ഒരു മെസ്സേജ് ഇതാ തരുന്നത്. ഡൗട്ട് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ബാഡ്. ലൈക്ക് നമുക്കൊരു സംശയം വരുന്നത് അല്ലെങ്കിൽ നമ്മളൊരു ഇത് ഡൗട്ട് ചെയ്യുന്ന ഒക്കെ ഇസ് ഇറ്റ് റൈറ്റ് ഓർ നോട്ട്, that's okay, fine. പക്ഷെ എക്സ്പ്ലോർ ചെയ്യുന്നത് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുക, ചോദിക്കുക. ഞങ്ങളൊരു ചോദ്യം ചോദിക്കുക. കാരണം ഞങ്ങൾ എന്തിനാ ഈ പ്ലാറ്റ്ഫോമിൽ, എന്തിനാ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്ര ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നത്? കാരണം യു കം ടു ചോദിക്കുക ഞങ്ങളോട്, എന്താണ് ഈ ബിസിനസ്, എന്താ നിങ്ങൾ ഇത് ചെയ്യുന്നത്, എന്താണ് പ്രൊഡക്റ്റ്, എന്താണ് ബിസിനസ് പ്ലാൻ, അതൊക്കെ ലൈക്ക് ജസ്റ്റ് കം ആൻഡ് ആസ്ക്. അപ്പൊ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാലോ, ഓക്കെ വാട്ട് ഇസ് ദിസ്, വാട്ട് വി ആർ ഓഫറിംഗ്. സോ താങ്ക് യു Anu, thank you. I just want to say that like we are not the influencers, or we are not any celebrities that you knock at our door and we are not responding to you. No, nammal angante aalkaralla. We are just normal moms and dads, working professionals, immigrants, so there is already a structure here. There is mentorship, there is training, everything is provided. So there is nothing to worry. You just have to knock the door. The doors will open for you. Absolutely. Yeah. സോ ഐ ഹോപ്പ് എല്ലാവർക്കും ഇത് മനസ്സിലായി കാണും, ഞങ്ങളെ കാണുന്ന ആൾക്കാർക്ക്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കം ടു അസ്. ആൻഡ് എന്റെ അടുത്തോ അനൂപിന്റെ അടുത്തോ ആരുടെ അടുത്ത് വന്നിട്ട് സംശയം ചോദിക്കുക. താങ്ക് യു അനൂപിന്റെ സമയം തന്നത് അതിന്. ആൻഡ് വിൽ മീറ്റ് അഗൈൻ. ഓക്കെ ദെൻ, സീ യു.